നോക്കൂ, സർക്കാരിൻ്റെ ഈ കാര്യത്തിലുള്ള നീക്കം 100% ശരിയാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതിൻ്റെ കാരണം ഇപ്പോൾ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമറ്റം ഈ പ്രദേശങ്ങളിലെല്ലാം നേരിട്ട് സഞ്ചരിച്ച് അവിടുത്തെ സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത ആളുകളാണ് നിങ്ങൾ രണ്ടാളുകളും. അവിടെ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? അവിടെ ഇപ്പോൾ 2000-ഓളം വീടുകൾ ഇല്ലാതായിട്ടുണ്ട്. വീടുകൾ മാത്രമല്ലല്ലോ ഇല്ലാതായത്, അവിടെ കൃഷിയിടങ്ങളില്ലാതായി, റോഡുകളില്ലാതായി, പാലങ്ങളില്ലാതായി, സ്കൂളുകളില്ലാതായി, അങ്ങാടികളില്ലാതായി. അപ്പോൾ അവിടെ ഒന്നുമില്ലാത്ത ഒരു സ്ഥിതിയുണ്ട് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് രണ്ടാളുകൾക്കുമെങ്കിലും സംശയമില്ലല്ലോ. കേരളം അതിൻ്റെ ദൃശ്യങ്ങൾ വിവിധ ചാനലുകളിലൂടെ കണ്ടതുമാണ്. അപ്പോൾ അവിടെ പൂർണ്ണമായും പുനർനിർമ്മിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇനി പുനർനിർമ്മിച്ചാൽ മാത്രം പോരല്ലോ. പ്രശ്നം എന്താണ്? മരിച്ചവരുടെ കുടുംബത്തിന് നമുക്ക് കോമ്പൻസേഷൻ കൊടുക്കാം, പക്ഷേ ഈ മരിച്ചവരിൽ ഭൂരിഭാഗവും ഈ വീട്ടിലേക്ക് അന്നമെത്തിക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ അവർക്ക് തൊഴിൽ നൽകേണ്ട സാഹചര്യമുണ്ട്. ഇനിയിപ്പോൾ രക്ഷപ്പെട്ട ആളുകളിൽ ഏതാണ്ട് 60% സീരിയസ്ലി ഇഞ്ചുവേർഡാണ്. അവർക്കൊക്കെ തൊഴിലെടുക്കാൻ കഴിയുമെന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല. അപ്പോൾ അവരെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനൊരു വലിയ സാമ്പത്തിക ബാധ്യത കേരളത്തിൽ ഈ ദുരന്തം ഉണ്ടാക്കിയെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അത് പ്രതിപക്ഷത്തിന് പോലും സംശയമില്ല. ഇനിയിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാമല്ലോ ഈ SDRFൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് 75% കേന്ദ്ര സർക്കാരാണ് തരുന്നത്, 25% സംസ്ഥാനത്തിൻ്റെ കോൺട്രിബ്യൂഷൻ. അപ്പോൾ മേജർ കോൺട്രിബ്യൂട്ടർ, ഈ ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള തുക അനുവദിക്കുന്നതിലെ മേജർ കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിൽ നിന്ന് ഒരു വലിയ തുക എത്താതെ നമുക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ചില പഴയ കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ബജറ്റ് അലോക്കേഷൻ ഒഴിച്ച് ബാക്കി അതിന് പുറത്തുള്ള ഏത് അലോക്കേഷനും ശക്തമായ മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പോൾ ബജറ്റ് അലോക്കേഷന് ഒരു പ്രത്യേക മാനദണ്ഡമൊന്നുമില്ല. എന്നാൽ ബജറ്റിന് പുറത്ത് ഏത് സംസ്ഥാനത്തിന് എന്തു നൽകുന്നതിനും ശക്തമായ മാനദണ്ഡം കേന്ദ്രത്തിലുണ്ട്. ആ മാനദണ്ഡങ്ങൾ ഈ പറയുന്ന കാലഹരണപ്പെട്ടതാണ് എന്നൊരു അഭിപ്രായം എനിക്കുള്ളത്. എന്ന് മാത്രവുമല്ല, ആ മാനദണ്ഡങ്ങൾ ശാസ്ത്രീയമാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയവുമുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒറ്റ നികുതി സമ്പ്രദായമാണല്ലോ നിൽക്കുന്നത്. ആ ഒറ്റ നികുതി സമ്പ്രദായത്തിൽ എല്ലാ സംസ്ഥാനവും ഒരു 100 രൂപ വീതം കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കേരളത്തിന് ഒരു വിഹിതം കിട്ടുന്നത്, അല്ലെങ്കിൽ തമിഴ്നാടിന് ഒരു വിഹിതം കിട്ടുന്നത്, അല്ലെങ്കിൽ ഉത്തർപ്രദേശിന് ഒരു വിഹിതം കിട്ടുന്നത്? അതിനൊരു പൊതു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ 100 രൂപ കേരളം കേന്ദ്രത്തിന് കൊടുക്കുമ്പോൾ കേരളത്തിന് കിട്ടുന്ന എത്ര രൂപയാണെന്നറിയാമോ? 21 രൂപയാണ്. ഇതേ 100 രൂപ ഉത്തർപ്രദേശുകാരൻ കൊടുക്കുമ്പോൾ എത്ര രൂപയാണ് ഉത്തർപ്രദേശിന് കിട്ടുന്നതെന്നറിയാമോ? 46 രൂപയാണ്. ഇതേ 100 രൂപ ബീഹാറുകാരൻ കേന്ദ്രത്തിന് കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടുന്ന എത്ര രൂപയാണെന്നറിയാമോ? 70 രൂപയാണ്. ഇതിൻ്റെ ഒരു വലിയ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ വ്യത്യാസത്തിൻ്റെ ഒരു കണക്ക് 21, 46, 70 എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ വളരെ പെട്ടെന്നൊരു കണക്ക് പറയാം. 2024-25 ഈ നടപ്പ് സാമ്പത്തിക വർഷം കേന്ദ്ര വിഹിതമായി ബീഹാറിന് കിട്ടിയത് 1.25 ലക്ഷം കോടി രൂപയാണ്. കൃത്യം പറഞ്ഞാൽ 1,25,444 കോടി രൂപയാണ് കേന്ദ്ര വിഹിതമായി ബീഹാറിന് കിട്ടിയത്. അതേസമയം ഉത്തർപ്രദേശിന് കിട്ടിയത് നോക്കൂ, 2,23,737 കോടി, ഏതാണ്ട് 2.25 ലക്ഷം കോടി. ഇതേസമയം കേരളത്തിന് കിട്ടിയ തുക എത്രയാണെന്നറിയോ? 24,008 കോടി. 1/4 ലക്ഷം കോടി തികയില്ല. ഒരു സംസ്ഥാനത്തിന് കിട്ടിയത് 2.25 ലക്ഷം, മറ്റൊരു സംസ്ഥാനത്തിന് കിട്ടിയത് 1.25 ലക്ഷം കോടി, കേരളത്തിന് കിട്ടിയത് 24,008 കോടി. ഇതൊരു പൊതുമാനദണ്ഡ പ്രകാരം തരുന്നതെന്നേ. പൊതുമാനദണ്ഡമുണ്ട് എങ്ങനെയാണ് പൈസ കൊടുക്കേണ്ടത് എന്നുള്ളതിന്. എന്താ പ്രശ്നം? കേരളം പല കാര്യങ്ങളിലും മുൻപന്തിയിലായിരിക്കുന്നു. ഇപ്പം പോപ്പുലേഷൻ നമ്മൾ നിയന്ത്രിച്ചു. പോപ്പുലേഷൻ നിയന്ത്രിച്ചത് നമ്മുടെ ഒരു വീക്ക്നെസ്സായി മാറുന്നു. ഇപ്പോൾ ഉത്തർപ്രദേശിൽ വലിയ പോപ്പുലേഷൻ ഉണ്ട്, ശരിയാണ്, അവിടെ ആ പ്രശ്നമുണ്ട്. അതുകൊണ്ട് വലിയ വിഹിതം കൊടുക്കണം. നമ്മൾ ഈ ഫെഡറൽ സംവിധാനത്തിന് എതിരല്ല. പ്രശ്നം നമ്മൾ ഭയങ്കരമായിട്ട് ഈ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സിലെല്ലാം വളരെ മുമ്പിലാണ്. ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് കെയർ വളരെ മുമ്പിലാണ്, അവിടെ നമുക്ക് പൈസ കിട്ടില്ല. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെ മുമ്പിലാണ്, പൈസ കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പറയുന്ന പൊതുമാനദണ്ഡ പ്രകാരം ഒരു ഡെസ്പാരിറ്റി നിൽക്കുന്നുണ്ട്. ആ ഡെസ്പാരിറ്റി കോമ്പൻസേറ്റ് ചെയ്യപ്പെടുന്നില്ല, വേണ്ട വിധത്തിൽ കോമ്പൻസേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പ്രശ്നത്തിനകത്ത് ഒരു അശാസ്ത്രീയത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്. നമുക്ക് NREGA സ്കീം എടുക്കാം. തൊഴിലുറപ്പ് പദ്ധതി. തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിന് കിട്ടുന്നത് എത്ര രൂപയാണെന്നറിയാമോ? 346 രൂപയാണ് ഒരാൾക്ക്. നമ്മളിപ്പോൾ രാജ്യത്ത് 100 ദിവസം തൊഴിൽ കൊടുക്കണം എന്നാണല്ലോ നിയമം. ഒരാൾക്ക് കൊടുക്കുന്ന, ഒരു തൊഴിലാളിക്ക് കൊടുക്കാൻ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് 346 രൂപയാണ്. സ്മൃതി നോക്കൂ, കേരളത്തിൽ ഒരു നിർമ്മാണ തൊഴിലാളിക്ക് കൊടുക്കേണ്ട മിനിമം വേതനം എത്രയാണെന്നറിയാമോ? 850 രൂപയാണ് ഒരു നിർമ്മാണ തൊഴിലാളിക്ക്. ഇന്ത്യയിൽ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത് നമ്മളാണ്, വേതനമായി കൊടുക്കുന്നത് നമ്മളാണ്. അതാണ് നമ്മുടെ ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ബാക്കി പൈസ ആര് കൊണ്ട് കൊടുക്കണം? സംസ്ഥാനം കണ്ടെത്തണം. അതേസമയം ബീഹാറിന് കൊടുക്കുന്നത് നമ്മളെക്കാൾ കുറവാകട്ടോ, 245 രൂപ കൊടുക്കുന്നത്. പക്ഷേ 245 രൂപ കൊടുക്കൂ ബീഹാറിൽ ഒരു തൊഴിലാളിക്ക്? 245 രൂപ മതി. അവിടെ സംസ്ഥാനം ഒന്നും കൊടുക്കില്ല. കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ആരും ചോദിക്കാനില്ല. ഇതാണ് വ്യത്യസ്തമായ സാഹചര്യം എന്ന് പറയുന്നത്.
നമ്മുടെ നാട്ടിൽ ഇത് വന്നല്ലോ നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും കാലതാമസമുണ്ടായ ഒരു സംസ്ഥാനമാണ് കേരളം. ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ ഈ നാഷണൽ ഹൈവേ വികസിക്കുമ്പോൾ നമ്മുടെ കേരളം കിടന്ന് ഇഴയുകയായിരുന്നു. കാരണം എന്താണെന്നറിയോ, ഭൂമി അക്വയർ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് ഭൂമി അക്വയർ ചെയ്യാൻ പറ്റാത്തത്? ഭൂമിയുടെ വില കേരളത്തിൽ കൂടുതലാണെന്നേ. നിങ്ങൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കോ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കോ യാത്ര ചെയ്ത് നോക്കിയേ, നിങ്ങൾ നിരന്തരം യാത്ര ചെയ്യുന്ന നഗരത്തിലൂടെയാണ്. ഗ്രാമത്തിലൂടെ അപൂർവമായിട്ടാണ് നമ്മൾ യാത്ര ചെയ്യാറുള്ളൂ, നഗരത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അർബൺ ഏരിയാസിലെ ഈ പറയുന്ന ഭൂമി അക്വയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ പൈസയാണ്. നമ്മളതെങ്ങനെയാണ് മാനേജ് ചെയ്തത്? കിഫ്ബി വഴിയാണ് മാനേജ് ചെയ്തിട്ടാണ് ആ സ്ഥലങ്ങൾ എടുത്തിട്ട് വലിയ കോമ്പൻസേഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇടപ്പള്ളിയിലൊക്കെ 1 സെന്റ് സ്ഥലത്തിന് 40 ലക്ഷം രൂപയൊക്കെയാണ് അക്വയർ ചെയ്യുമ്പോൾ കൊടുക്കേണ്ടിയിരുന്നു. ആലോചിച്ച് നോക്ക്, ബാംഗ്ലൂരിലില്ല ഈ പൈസ, അല്ലെങ്കിൽ ഹൈദരാബാദിലില്ല ഈ പൈസ. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ, നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കൂടുതലാണ്, നമ്മൾ വളരെ വേഗത്തിൽ അർബണൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കേന്ദ്ര മാനദണ്ഡങ്ങൾ പലപ്പോഴും കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് വിനയാകും. ഇവിടെയാണ് പ്രശ്നം. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നാൽ, വയനാട്ടിലെ വിഷയത്തിലേക്ക് വന്നാൽ നോക്കൂ, 1,30,000 രൂപയാണ് ഒരു വീടിന് പറയുന്നത്. കേന്ദ്ര മാനദണ്ഡ പ്രകാരം 1,30,000 രൂപയാണ്. അവരെ കുറ്റപ്പെടുത്തേണ്ട കേട്ടോ. നിങ്ങൾ ഉത്തർപ്രദേശിലൂടെയോ മധ്യപ്രദേശിലൂടെയോ ബീഹാറിലൂടെയൊക്കെ യാത്ര ചെയ്ത് നോക്കിയേ, ഒരു കർഷകൻ്റെ വീട് എങ്ങനെ ഉണ്ടാവും? സുജയ യാത്ര ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഒരു കർഷകൻ്റെ വീട് എങ്ങനെയാണ് നിൽക്കുക? വൈക്കോല് കൊണ്ട് മേഞ്ഞൊരു കർഷകൻ്റെ വീടുണ്ടാവും അവിടെ. 1,30,000 രൂപ എന്ന് പറയുന്നത് കറക്റ്റാണ്. ഉത്തർപ്രദേശിൽ കറക്റ്റാണ്, മധ്യപ്രദേശിൽ കറക്റ്റാണ്, ഛത്തീസ്ഗഡിൽ കറക്റ്റാണ്. വയനാട്ടിലെ കർഷകനുണ്ടല്ലോ, നല്ല ഒന്നാന്തരം വാർത്തിട്ട കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. ഈ ജീവിതത്തിൻ്റെ വ്യത്യാസമുണ്ട്, അവർക്കിത് മനസ്സിലാവത്തില്ല. അയാളുടെ കുട്ടികൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ടാവും, ഡോക്ടറാകാൻ പഠിക്കുന്നുണ്ടാവും, അഡ്വക്കേറ്റ് ആകാൻ പഠിക്കുന്നുണ്ടാവും. ഈ വ്യത്യാസം മനസ്സിലാക്കാതെയുള്ള മാനദണ്ഡങ്ങൾ സ്വരൂപിച്ചാൽ വലിയ അപകടമാണ്. 34,700 രൂപയാണ് ഒരു പശുവിന്. നിങ്ങൾക്ക് കിട്ടുമോ പശു 34,700 രൂപയ്ക്ക്? പക്ഷേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന അതാണ് പൈസ. ഇനി സ്കൂളിൻ്റെ കാര്യം നോക്കിക്കേ, 2 ലക്ഷം രൂപയാണ് ഒരു സ്കൂൾ നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് കിട്ടുക. കേരളത്തിലൊരു സ്കൂളിൻ്റെ ടോയ്ലറ്റ് നിർമ്മിക്കാൻ തികയുമോ ഈ പറയുന്ന 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ? അതേസമയം ഉത്തർപ്രദേശിലൂടെ നിങ്ങൾ യാത്ര ചെയ്ത് നോക്കിക്കേ, ഈ ഭൂരിഭാഗം സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ മരത്തിൻ്റെ തണലിലുണ്ടല്ലോ ആണ് അവിടെ ഈ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുക. പിന്നെ കുറച്ച് ക്ലാസ് റൂമുകളൊക്കെ ഉണ്ടാവും, വളരെ കുറച്ച് ക്ലാസ് റൂമുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ മഡ് കൊണ്ട് ചെളിയൊക്കെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും. ഇതാണ് വ്യത്യാസം ജീവിത നിലവാരത്തിൽ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഈ മാനദണ്ഡ പ്രകാരമാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന പരമാവധി തുകയായിട്ട് CM-ൻ്റെ ഓഫീസ് പറയുന്നത് കറക്റ്റാണ്. 219 കോടി പോലും കിട്ടില്ല, 220 കോടി കഷ്ടി കിട്ടും. ഈ 220 കോടി രൂപ കിട്ടി വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് വയനാട്ടിലെ ഈ 3 സ്ഥലങ്ങൾ പുനർനിർമ്മിക്കുക എന്ന് പറയുന്നത്? അസാധ്യമായൊരു കാര്യമാണ്. അപ്പോൾ അവിടെ വേറൊരു കണക്ക് കൂടി പറയുന്നുണ്ടല്ലോ സർക്കാർ, വളരെ ശരിയായ കണക്കാണെന്നേ. 2018 പ്രളയം ഈ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലൊടിച്ചില്ലേ? 2019 പ്രളയം മാത്രമല്ല, ലാൻഡ് സ്ലൈഡും ഉണ്ടായി. അതിനുശേഷം 2021 കോവിഡും ഉണ്ടായി. ഈ 3 ദുരന്തങ്ങളാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ സാമ്പത്തികമായ ഈ പറയുന്ന സ്വാശ്രയത്വത്തെ മുഴുവൻ നശിപ്പിച്ചതെന്ന് പറയാം. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ നമുക്കന്ന് കിട്ടിയത് എന്താണെന്നറിയാവോ? 2018 നമുക്ക് 6,000 കോടി രൂപയുടെ അപേക്ഷയാണ് നമ്മൾ സമർപ്പിക്കുന്നത്. 6,000 കോടി രൂപ നമ്മൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എത്രായിരം കോടിയുടെ നഷ്ടമുണ്ട്? 26,000 കോടിയുടെ നഷ്ടമുണ്ട്. ഈ മാനദണ്ഡം വെച്ച് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല 26,000 കോടി എന്ന് പറയുന്നത്. ആഞ്ഞു പിടിച്ച് നമ്മളൊരു 6,000 കോടിയുടെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്തപ്പോൾ എത്ര കിട്ടിയത്? 2,900 കോടി രൂപയാണ് കിട്ടിയത്. അപ്പോൾ ഇതാണ് കേന്ദ്ര മാനദണ്ഡങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു കാര്യത്തിനകത്ത് അഭിപ്രായ വ്യത്യാസം ആർക്കും ഉണ്ടാവില്ലല്ലോ. കേരളത്തിന് വേണ്ട വീതം കിട്ടണം, അത് ചോദിച്ചു വാങ്ങിക്കണം. ഇന്നിപ്പോൾ ഞാൻ പല ചർച്ചകൾ കണ്ടു. ഈ ചർച്ചകളിലെല്ലാം പ്രതിപക്ഷം അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ നിൽക്കണം, കേരളത്തിൽ കിട്ടേണ്ടത് മുഴുവൻ കേന്ദ്രത്തിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കണം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ്? നിങ്ങൾ സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന മാനദണ്ഡ പ്രകാരം നമ്മൾ അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്താൽ കിട്ടാവുന്ന തുകയും നമ്മുടെ ആവശ്യമായിട്ടുള്ള തുകയും തമ്മിലുള്ള അന്തരമെന്ന് പറയുന്ന ആയിരക്കണക്കിന് കോടിയാണെന്നേ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടി വരുന്നത്? നമുക്ക് പല തരത്തിലുള്ള എസ്റ്റിമേറ്റ്സുകൾ ഉണ്ടാക്കേണ്ടി വരും. ആ എസ്റ്റിമേറ്റുകളാണ് നമ്മൾ ഈ പറയുന്ന 75,000 രൂപ കൊടുത്തൊരു ആളുടെ മൃതദേഹം സംസ്കരിച്ചു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 10 കോടി രൂപയ്ക്ക് വെള്ളം കൊടുത്തു എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ 15 കോടി രൂപ അക്കോമഡേഷന് കൊടുത്തു എന്ന് നമ്മൾ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ തുക സമ്പാദിച്ച് എടുക്കണമെങ്കിൽ നിങ്ങളൊരു പ്രൊജക്റ്റഡ് എസ്റ്റിമേറ്റ് കൊടുക്കണം. അവിടെ കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കേണ്ടി വരും. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന വളരെ അശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ കൊണ്ട്, ഇപ്പം ഞാനൊരു തമാശ പറയാം. എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് ഞാൻ ഈ കാര്യങ്ങളൊന്നും അന്വേഷിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞാൽ അറിയാം, കേരളം മൊത്തം ഒഴുകിപ്പോയാൽ, ഒരു ഫ്ലഡിൽ കേരളം മൊത്തം ഒഴുകിപ്പോയാൽ നിങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് പരമാവധി കിട്ടാവുന്ന 5,000 കോടി രൂപ എന്നാണ് പറയുന്നത്. ഈ കേരളം മൊത്തം ഒഴുകിപ്പോയാലും ഈ മാനദണ്ഡം അനുസരിച്ച് നമുക്ക് കിട്ടാവുന്ന 5,000 കോടി രൂപയാണ്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കുഴപ്പമല്ല, ഫിനാൻസ് കമ്മീഷനാണ് ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഫിനാൻസ് കമ്മീഷനാണ് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നത്. ആ ഫിനാൻസ് കമ്മീഷൻ്റെ മാനദണ്ഡ പ്രകാരമാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. അത് പുനരാലോചിക്കണം. അതുകൊണ്ടാണ് നമ്മൾ കേരളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ 100 രൂപ അങ്ങോട്ട് കൊടുക്കുമ്പോൾ 21 രൂപ കിട്ടുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, ഇത് പുനരാലോചിക്കണം എന്നുള്ളത്. കാരണം വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ നികുതി വരുമാനം മാത്രമേ ഉള്ളൂ, അതിൽ നിന്നുള്ള കേന്ദ്ര വിഹിതം ശരിയാവണ്ണം കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ പ്രതിസന്ധിയിലായി പോകുന്നതിനകത്ത് ഒരു സംശയവുമില്ലല്ലോ. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഈ പറയുന്ന കണക്കുകളെ ഞാൻ കാണുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്,
നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് 11,500 കോടി രൂപയാണ് ഫ്ലഡ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ബീഹാറിന് കൊടുത്തത്. ബീഹാറിന് മാറ്റിവെച്ചത് 11,500 കോടി രൂപയാണ്. ഞാൻ മൊത്തം കണക്ക് നോക്കുമ്പോൾ ഏതാണ്ട് 50,000 കോടിക്ക് മുകളിൽ ബീഹാറിന് വേണ്ടി മാത്രം പ്രഖ്യാപിച്ചിട്ടുണ്ട് നിർമ്മലാ സീതാരാമൻ. 15,000 കോടി രൂപയാണ് ഈ പറയുന്ന ആന്ധ്രാപ്രദേശിൻ്റെ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബജറ്റിൽ നിങ്ങൾക്ക് അങ്ങനെ പ്രഖ്യാപിക്കാം, ഒരു നിവേദനവും കൊടുക്കണ്ട, ബജറ്റിൽ അങ്ങനെ പ്രഖ്യാപിച്ച് നിങ്ങൾക്ക് കൈയടിച്ച് കൊടുക്കുകയും ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഈ ഫ്ലഡ് മാനേജ്മെന്റിന് ഒരു നിവേദനവും കൊടുത്തിട്ടില്ല ബീഹാർ സർക്കാർ. പക്ഷേ 11,500 രൂപ കൊടുക്കുന്നു, ആന്ധ്രാപ്രദേശിന് 15,000 രൂപ പ്രത്യേക പാക്കേജ് കൊടുക്കുന്നു. കാരണം എന്താ അറിയാമോ? പൊളിറ്റിക്കലായ പവറാണ്. 16 സീറ്റുണ്ട് ചന്ദ്രബാബു നായിഡുവിൻ്റെ കയ്യിൽ, 12 സീറ്റുണ്ട് നിതീഷ് കുമാറിൻ്റെ കയ്യിൽ, മൊത്തം 28 സീറ്റായി. 28 സീറ്റ് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സമ്മർദ്ദത്തിൽ അത് കൊടുക്കുന്നേ, ഈ പൈസ കൊടുക്കും. അപ്പോൾ ഒരു മാനദണ്ഡവും ഇതിനൊന്നും ബാധകമല്ല. നമുക്ക് കേരളത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ഒന്നും ചെയ്യാനില്ല എന്ന് എനിക്കറിയാം. കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് ഫിനാൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സബ്മിറ്റ് ചെയ്യപ്പെടുന്ന ഒരു എസ്റ്റിമേറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു തുക അനുവദിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രശ്നം. ആ മാനദണ്ഡങ്ങൾ അശാസ്ത്രീയമായിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് പെരുപ്പിച്ച് തന്നെ ഈ കണക്കുകൾ പറയേണ്ടി വരും. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ കണക്കുകൾ പെരുപ്പിച്ച് പറയുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് കല്ലെടുത്തെറിയുന്നത് സംസ്ഥാന സർക്കാരിനെയാണ്. അതിനകത്തൊരു ശരിയില്ലായ്മയുണ്ട്, അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിനകത്തൊരു കണ്ണിങ്നെസ് ഉണ്ട്, ഒരു സൂത്രശാലിയുടെ ബുദ്ധിയുണ്ട്. അത് തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു വശത്ത് പറയുന്നു എല്ലാം നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടണം, നമുക്ക് പരമാവധി പിടിച്ചു വാങ്ങിക്കണം, അതിനുവേണ്ടി നമുക്ക് യോജിച്ച് നിൽക്കണം. ആ മാനദണ്ഡങ്ങൾ അശാസ്ത്രീയമായിരിക്കുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി എങ്ങനെയെങ്കിലും ഈ പറയുന്ന ചൂരൽമലയും പുഞ്ചിരിമറ്റവും ഈ ഒക്കെ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ശ്രമത്തെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആഭ്യന്തരമായി ചർച്ച ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് നമ്മളുടെ ഒരു പൊതു താല്പര്യത്തിനെതിരായൊരു വികാരം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ സെൻട്രലിന് വളരെ ഈസിയായി കേട്ടോ കാര്യങ്ങൾ, വളരെ ഈസിയായി കാര്യങ്ങൾ. ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങളിലിരുന്ന് വിഴുപ്പലക്കുകയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും. മാധ്യമങ്ങളും ആ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ഏകപക്ഷീയമായിട്ടെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്, സ്വയം വിമർശനപരമായ അഭിപ്രായം അത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേരളത്തിൻ്റെ പൊതു താല്പര്യത്തിനെതിരായിട്ടുള്ളൊരു ചർച്ചയായിട്ട് ഇത് മാറുന്നു എന്നുള്ള ആകാംക്ഷ എനിക്കുണ്ട്. ആ അർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഒട്ടും ഗുണകരമായ ചർച്ചയല്ല, കണക്കുകൾ പെരുപ്പിക്കുകയല്ല ചെയ്തത്. യഥാർത്ഥത്തിൽ അശാസ്ത്രീയമായ മാനദണ്ഡങ്ങളോടുള്ളൊരു വെല്ലുവിളി എന്ന നിലയ്ക്ക് കേരളത്തിന് ഇതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ മാർഗമില്ല. കേരളത്തിൻ്റെ പൊതുവായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ കണക്കുകൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലും മതിയാകില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഈ സ്റ്റെപ്പെങ്കിലും കേരളം എടുക്കാൻ തയ്യാറായത് യാഥാർത്ഥ്യ ബോധമുള്ളത് കൊണ്ടാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത് ഞാൻ ആദ്യം തന്നെ പറയുന്നു, 100% ശരിയായൊരു നടപടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് എൻ്റെ നിലപാട്. Meet the editors.